നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം പതിവാകുന്നു. രണ്ടാഴ്ചക്കിടെ 5ഓളം വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. മോഷണം ചെറുക്കാനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. പട്ടാമ്പി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവാകുകയാണ്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ 5ഓളം വ്യാപാര സ്ഥാപനങ്ങളാണ് ഇതിനകം മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസവും മേലെ പട്ടാമ്പിയിലെ 3 വ്യാപാര സ്ഥാപനങ്ങളായിരുന്നു മോഷണം ഉണ്ടായത്. പട്ടാമ്പി കമാനത്തിന് സമീപത്തെ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ ഒരാഴ്ച മുമ്പായിരുന്നു മോഷണം നടന്നത്. മോഷണം തുടർക്കഥയായിട്ടും കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. മേലെ പട്ടാമ്പിയിലെ 3 സ്ഥാപനങ്ങളിൽ പൂട്ടി തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ നിന്നും 30,000 രൂപയാണ് മോഷണം പോയിരിക്കുന്നത്. മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും 4,000 രൂപയും കവർന്നു. CCTV ക്യാമറകൾ മാറ്റിവെക്കുകയും ഹാർഡ് ഡിസ്കുകൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ സ്ഥാപനങ്ങളിൽ നിന്നും ലഭ്യമായിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പട്ടാമ്പിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അടിക്കടിയുള്ള മോഷണം വ്യാപാരികൾക്കും വലിയ തലവേദനയാകുകയാണ്. ഇത്തരത്തിലുള്ള മോഷണങ്ങൾ ചെറുക്കാൻ ശക്തമായ നടപടികൾ വേണമെന്നാണ് ആവശ്യം. വലയെറിഞ്ഞും ചൂണ്ടയിട്ടും നിള നദിയിലെ വെള്ളിയാങ്കല്ലിൽ മീൻപിടുത്തം സജീവം. വെള്ളിയാങ്കല്ല് തടയണയുടെ ഷട്ടറുകൾ ഉയർത്തിയതോടെയാണ് മീൻപിടുത്തം ഇപ്പോൾ തകൃതിയായി പുരോഗമിക്കുന്നത്. ഇതിനിടയിലും പുഴയിലെ മത്സ്യസമ്പത്ത് നാൾക്കുനാൾ കുറഞ്ഞു വരുന്നതിന്റെ ആശങ്കയിലാണ് വെള്ളിയാങ്കല്ലിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. തടയണയുടെ ഷട്ടറുകൾക്ക് താഴെ കുത്തിയൊഴുകുന്ന പുഴവെള്ളത്തിൽ വീശുവലെറിഞ്ഞുള്ള മത്സ്യബന്ധനം മനോഹര കാഴ്ചയാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. പുഴയിലെ മീൻപിടുത്ത കാഴ്ചകൾ കാണാൻ പല സമയങ്ങളിലും പാലത്തിനു മുകളിൽ സന്ദർശകർ കാഴ്ചക്കാരായി ഉണ്ടാകാറുണ്ട്. ആരൽ, സിലോപ്പി, കരിമീൻ, പരൽമീനുകൾ, ചേറാൻ എന്നീ വിളിപ്പേരുള്ള വാഗാബ്രാൽ, വിവിധയിനം പൊടിമീനുകൾ എന്നിവയാണ് പുഴയിൽ നിന്നും പ്രധാനമായി ലഭിക്കുന്നത്. പണ്ടുകാലത്ത് യഥേഷ്ടം ലഭിച്ചിരുന്ന കട്ട്ലമീനുകൾ ഇന്ന് വല്ലപ്പോഴും മാത്രമാണ് കിട്ടുന്നത്. 8 കിലോയിലധികം തൂക്കമുള്ള കട്ട്ലമീൻ ഇവിടെ നിന്നും പണ്ടുകാലങ്ങളിൽ ലഭിച്ചിരുന്നു. നരിമീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കാളാഞ്ചി, ചെമ്പല്ലി, വിവിധയിനം കൊഞ്ചുകൾ, മഞ്ഞക്കൂരി, മാന്തൾ, അയിലപ്പാര തുടങ്ങി ഉപ്പുവെള്ള മത്സ്യങ്ങൾ പോലും ഒരു കാലത്ത് വെള്ളിയാങ്കല്ല് പുഴയുടെ ആഴങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നു. എന്നാൽ പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് നിലച്ചതും പുഴയെ രണ്ടായി പകുത്തുകൊണ്ടുള്ള കോൺക്രീറ്റ് തടയണകളുടെ നിർമ്മാണങ്ങൾ മൂലവും ഇത്തരം മീനുകളെ പുഴയിൽ നിന്നും നാമാവിശേഷമാക്കിയതായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. പുലർക്കാലം മുതൽ വൈകുന്നേരം വരെ വലയെറിഞ്ഞാലും ആകെ കിട്ടാറുള്ളത് 3-4 കിലോ മത്സ്യം മാത്രമാണെന്നും ഇവർ പറയുന്നു. നാടൻ മീനുകൾ തന്നെയല്ലേ നമ്മളവിടെ. കടൽ മീനുകൾ കയറൽ മാറി. ഇപ്പൊ ഈ സിമെന്റിന്റെ ഓരോ നിർമ്മിതികൾ ഈ പുഴയിൽ തലങ്ങും വിലങ്ങും ഉണ്ടാവില്ല. ഇപ്പൊ ചമരവട്ടത്തു നിന്നൊന്നും ഒരു മീനും വരുന്നില്ല. ഇപ്പോൾ ഇവിടെ അപൂർവം കുറച്ച് മീനുകൾ മാത്രമേ ഉള്ളൂ. ഇപ്രാവശ്യമാണെങ്കിൽ മഴ വേണ്ട രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് മത്സ്യത്തൊഴിലാളി പറ്റ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ വൈകുന്നേരം വീശിയപ്പോൾ 1 കിലോ 2 കിലോ ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ടൊന്നും കൂലിപ്പൈസ ഒക്കെ ഇല്ല. പിന്നെ ഒരുപാട് പൊടിവാലൊന്നും ഉപയോഗിച്ചിപ്പോൾ പിടിക്കാൻ പാടില്ല. ഇപ്പോൾ ഈ പ്രജനനകാലമല്ലേ, അപ്പം അതുപോലെ അങ്ങനെ പിടിക്കാൻ പറ്റില്ല. ഈ വറുതിക്കാലത്ത് മറ്റുള്ള കടൽ തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് ഓരോ ധനസഹായമൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് അതൊന്നുമില്ല. കാര്യമായിട്ട് കിട്ടുന്നത് ഈ കൂര എന്ന് പറയുന്ന മീൻ, ആരല്, ഇത് 2, പിന്നെ കുറച്ച് പരലുകളും, വേറെ ഒരു മീനും കിട്ടുന്നില്ല. ഇതിൻ്റെ ഒരു കാലാവസ്ഥ മാറ്റം കൊണ്ട് കുറച്ച് മീനിൻ്റെ ഒരു കുറവുണ്ട്. ഊത്തപിടുത്തവും മറ്റ് അനധികൃത മാർഗങ്ങളിലുള്ള മീൻപിടുത്തങ്ങളും വർദ്ധിച്ചതോടെ പുഴയിലെ മത്സ്യസമ്പത്ത് കുറഞ്ഞുവന്നു. പുഴയെ ഉപജീവനമാർഗമാക്കിയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. മുൻപ് സംസ്ഥാന മത്സ്യവകുപ്പിന്റെ പൊതുജലാശയങ്ങളിലെ മത്സ്യക്കുഞ്ഞ് നിക്ഷേപം പദ്ധതിയുടെ ഭാഗമായി ലക്ഷക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെ തടയണയിൽ നിക്ഷേപിച്ചിരുന്നു. എന്നാൽ ഈ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കാത്തതും പുഴയിലെ മത്സ്യസമ്പത്ത് കുറയാൻ കാരണമായി. പുഴ മലിനീകരണവും മീനുകളുടെ ജീവൻ എടുക്കുന്നുണ്ട്. രാത്രികാലങ്ങളിലും ചിലപ്പോൾ തടയണയിൽ മീൻപിടുത്തം സജീവമാകാറുണ്ട്. നീട്ടുവല, തണ്ടാടിവല, വീശുവല എന്നിവയുപയോഗിച്ച് തടയണയ്ക്കകത്ത് തോണികളിലും തടയണയുടെ ഷട്ടറുകൾക്ക് താഴെയുമാണ് ഇപ്പോഴത്തെ മീൻപിടുത്തം. തൃത്താലയ്ക്ക് പുറമെ സമീപ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ മത്സ്യബന്ധനത്തിനായി ഇവിടെ എത്തുന്നുണ്ട്. വിനോദത്തിനായി സായാഹ്നങ്ങളിൽ ചൂണ്ടയിടാനെത്തുന്ന നാട്ടുകാരും നിരവധിയാണ്. ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും നിവേദനം നൽകി. മെറ്റൽ ഇൻഡസ്ട്രീസ് അധികൃതരുടെ നേതൃത്വത്തിലായിരുന്നു നിവേദനം നൽകിയത്. ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും കണ്ട് നിവേദനങ്ങൾ നൽകിയത്. ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന് നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് സംഘം മന്ത്രിമാരെ ധരിപ്പിച്ചു. അത്യാധുനിക രീതിയിലുള്ള പുതിയ സംവിധാനങ്ങൾ തുടങ്ങുന്നതിനുള്ള പദ്ധതി റിപ്പോർട്ടും മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. 2028 100ാം വാർഷികത്തിലേക്ക് കടക്കുന്ന കമ്പനിയുടെ മുഖച്ഛായ മാറ്റാനാവശ്യമായ പ്രധാന പദ്ധതികളും
കമ്പനി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മെറ്റൽ ഇൻഡസ്ട്രീസ് MD അരികുമാർ, കമ്പനി മാനേജർ M സജിത് കുമാർ, മെറ്റൽ ഇൻഡസ്ട്രീസ് INDC യൂണിയൻ പ്രസിഡന്റും DCC വൈസ് പ്രസിഡന്റുമായ TH ഫിറോസ് ബാബു, തൊഴിലാളി പ്രതിനിധി E ബാലൻ എന്നിവരടങ്ങുന്ന സംഘമാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. കണ്ടെയ്നർ നിർമ്മാണം, ഡ്രോൺ പൈലറ്റ് ട്രെയിനിംഗ് സെന്റർ, ഇൻഡസ്ട്രിയൽ ഫോർജിക്സ് നിർമ്മിക്കുവാനുള്ള സൗകര്യമൊരുക്കൽ എന്നിവയാണ് പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രോജക്ട് പഠിച്ചതിന് ശേഷം കമ്പനിയെ സഹായിക്കുന്നതിനുള്ള എല്ലാ പിന്തുണയും സംഘത്തിന് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഉറപ്പു നൽകിയതായി INDC യൂണിയൻ പ്രസിഡന്റ് TH ഫിറോസ് ബാബു പറഞ്ഞു. ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന്റെ പ്രതിസന്ധികളെ കുറിച്ച് മുഖ്യമന്ത്രിയുമായി വ്യവസായ മന്ത്രിയുമായി ഇന്നലെ ചർച്ച ചെയ്തു. നിലവിൽ കമ്പനി നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. 10 വർഷക്കാലം അവിടുത്തെ തൊഴിലാളികളുടെ വേതന വർധനവ്, അതുപോലെ തന്നെ കമ്പനിയിലെ പുതിയ അത്യാധുനിക രീതിയിലുള്ള പദ്ധതികൾ വന്നാൽ മാത്രമാണ് കമ്പനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പൊ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇന്നലെ മന്ത്രിയും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കമ്പനി MDയും അതുപോലെ തന്നെ വൈസ് മാനേജറും കമ്പനി പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകളുള്ള സംഘമാണ് ഇന്നലെ മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും കണ്ടത്. അപ്പോൾ ഒട്ടനവധി പുതിയ പദ്ധതികൾ സമർപ്പിക്കുകയുണ്ടായി. നമ്മുടെ വീനം കണ്ടെയ്നർ ടെർമിനലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ പദ്ധതി, നമ്മുടെ കണ്ടെയ്നർ നിർമ്മാണം, അതുപോലെ തന്നെ ഫോർജിംഗ് മിഷന്റെ പുതിയ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഡ്രോൺ പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ള പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതി നൽകിയിട്ടുണ്ട്. തീർച്ചയായും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഗവൺമെന്റ് അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും മെറ്റൽ ഇൻഡസ്ട്രീസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കൂടെ ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും അത് വലിയൊരു സന്തോഷത്തിലാണുള്ളത്. കമ്പനിയുടെ മാറ്റം ഈ UDF ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുമെന്നത് തന്നെയാണ് പൂർണ്ണ വിശ്വാസത്തിൽ. തൃത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കോക്കാട്, ഒതളൂർ പ്രദേശങ്ങളിൽ മോഷണം പതിവെന്ന് നാട്ടുകാർ. ഒരാഴ്ചയ്ക്കുള്ളിൽ വീടുകളിൽ നിന്നും നഷ്ടപ്പെട്ടത് 4 ലക്ഷം രൂപയിലധികം വിലപിടിപ്പുള്ള സാധനങ്ങൾ. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കാറുകളിൽ കവർച്ചാ സംഘം എത്തുന്നത്. വിലപിടിപ്പുള്ള പാത്രങ്ങളും കിണറ്റിലെ മോട്ടോറുകളും അടയ്ക്ക, കുരുമുളക് തുടങ്ങിയ കാർഷിക വിളകളും കവർന്ന് കാറിൽ കടന്നുകളയുകയാണ് മോഷ്ടാക്കളുടെ പതിവ്. കോക്കാട് സ്വദേശി അഡ്വക്കേറ്റ് വിജീഷ് ബാബുവിന്റെ വീട്ടിൽ നിന്ന് 1.5 ലക്ഷം രൂപ വില വരുന്ന പാത്രങ്ങളും ഒതളൂർ സ്വദേശി ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് ചാക്കുകളിൽ നിറച്ചുവെച്ച അടക്കയും നഷ്ടപ്പെട്ടിരുന്നു. ഒതളൂർ പ്രദേശത്ത് പല വീടുകളിൽ നിന്നും വിലപിടിപ്പുള്ള ചെമ്പുകളും മോട്ടോറുകളും മോഷണം പോവുക പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി പരാതികൾ തൃത്താല പോലീസിൽ നൽകിയെങ്കിലും CCTV ഉൾപ്പെടെ മോഷ്ടാക്കളുടെ രൂപം തെളിയുന്ന രേഖകളും വാഹനവും തെളിവ് സഹിതം സ്റ്റേഷനിൽ സമർപ്പിച്ചിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് വേണ്ട നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇനി ആരോട് പറയണമെന്നറിയാതെ വിലപിക്കുകയാണ് കവർച്ചയ്ക്കിരയായവർ. സൈനിക സേവനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ തൊഴിൽ തേടുന്ന യുവാക്കൾക്ക് മികച്ച കായിക പരിശീലനം നൽകാൻ വട്ടേനാട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അലുമിനി അസോസിയേഷൻ ഓഫ് വട്ടേനാട് സ്കൂൾ ആവാസ് പദ്ധതി ആവിഷ്കരിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 4 ശനിയാഴ്ച 5 മണിക്ക് വട്ടേനാട് സ്കൂൾ അങ്കണത്തിൽ ചേരുന്ന ചടങ്ങിൽ കായിക പരിശീലന രജിസ്ട്രേഷൻ ആരംഭിക്കും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരിശീലനത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. കഴിഞ്ഞ വർഷം വട്ടേനാട് സ്കൂളിൽ ആരംഭിച്ച പ്രഭാത ഭക്ഷണ പരിപാടി ഈ അധ്യയന വർഷം സ്കൂളിന്റെ പങ്കാളിത്തത്തോടെ തുടരും. കഴിഞ്ഞ വർഷം ദിനംപ്രതി 80-ലേറെ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകിയിരുന്നു. അതോടൊപ്പം ചെണ്ട പരിശീലനവും തുടരും. 40ഓളം വിദ്യാർത്ഥികളാണ് ചെണ്ട പരിശീലനം നടത്തുന്നത്. ചെണ്ട ഉൾപ്പെടെയുള്ള വാദ്യോപകരണങ്ങൾ ആവാസ് നൽകും. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ആവാസ് വൈസ് പ്രസിഡന്റുമായ സതീഷ് കാക്കരാത്ത് രചിച്ച വടക്കോട്ട് നോക്കുന്നവർ എന്ന കഥാസമാഹാരം കഥാകൃത്ത് N പ്രദീപ് കുമാർ പ്രകാശനം ചെയ്യും. തുടർന്ന് മഹഫിൽ കൂറ്റനാട് ഒരുക്കുന്ന ഗാനസന്ധ്യ അരങ്ങേറും. സ്റ്റാർ സിംഗർ ഫെയും കൃഷ്ണ ഉൾപ്പെടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഗാനങ്ങൾ ആലപിക്കും. ആവാസ് ഭാരവാഹികളായ M പ്രദീപ്, MV രാജൻ മാസ്റ്റർ, രേവതി വേണു, നൌഷാദ് പനക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇപ്രാവശ്യം നമ്മൾ പുതുതായിട്ടൊരു പ്രവർത്തനം ചെയ്യണം എന്ന ധാരണയിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ആലോചിച്ചപ്പോൾ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം സായുധ സേനയിലേക്കും അതേപോലെ തന്നെ പോലീസിലേക്ക്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ അതിലേക്കൊക്കെ കായിക ക്ഷമതാ പരിശോധനയുണ്ട്. അതുകൂടി പാസ്സാക്കുന്ന ആൾക്കാർക്കാണ് അതിലേക്ക് ജോലി സാധ്യതയുള്ളത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഉള്ള ഒരു പരിശീലന പരിപാടി ആരംഭിക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനയിൽ നിന്ന് ഇപ്രാവശ്യം അത്തരം ഒരു കാര്യം തുടങ്ങി വയ്ക്കാം എന്ന ഒരു ധാരണയാണ് എത്തിയിട്ടുള്ളത്. ഒരു ജോലി സാധ്യതയുള്ള മേഖലയിലേക്ക് കയറ്റിവിടുക എന്ന് പറയുന്ന ഒരു ദൗത്യത്തിലേക്ക് ആവാസ് പ്രവേശിക്കണമെന്ന് ഉദ്ദേശിക്കുകയാണ്. സ്കൂൾ കോമ്പൗണ്ടിലെ മരത്തിൽ തേനീച്ചക്കൂട് കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് സ്കൂൾ വിട്ടു. തുടർന്ന് മരത്തിലെ തേനീച്ചക്കൂട് നീക്കം ചെയ്തു. വല്ലപ്പുഴ ചെറുകോട് സ്കൂളിലായിരുന്നു സംഭവം. വ്യാഴാഴ്ച രാവിലെ വല്ലപ്പുഴ ചെറുകോട് ഗവൺമെന്റ് LP സ്കൂളിലേക്ക് എത്തിയ കുട്ടികളാണ് സ്കൂൾ കോമ്പൗണ്ടിലെ മരത്തിൽ തേനീച്ചകൾ വലിയ തോതിൽ കൂടുകൂട്ടിയത് കണ്ടത്.
ഉടൻ തന്നെ കുട്ടികൾ അധ്യാപകരെ വിവരമറിയിച്ചു. അധ്യാപകർ കൂടിയാലോചന നടത്തിയതിനു ശേഷം കുട്ടികളിലെ സുരക്ഷ കണക്കിലെടുത്ത് സ്കൂളിന് അവധി കൊടുക്കുകയായിരുന്നു. തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകനും തേനീച്ചക്കൂടുകൾ ഒഴിവാക്കുന്നതിലെ വിദഗ്ധനുമായ കൈപ്പറം അബ്ബാസിനെ വിവരമറിയിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അബ്ബാസ് സ്ഥലത്തെത്തി തേനീച്ചക്കൂട് നീക്കം ചെയ്ത് ഭീതി ഒഴിവാക്കി. കാട്ടീച്ച ഇനത്തിൽപ്പെട്ടതാണ് മരത്തിൽ കൂട് കൂട്ടിയിരുന്നതെന്ന് അബ്ബാസ് പറഞ്ഞു. ഇവ കൂട്ടത്തോടെ കുത്തിയാൽ മരണം വരെ സംഭവിക്കാം. സ്കൂളിലെ മരത്തിൽ ഇവ കൂട് കൂട്ടി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അബ്ബാസ് സൂചിപ്പിച്ചു. ചെറുകോട് GLP സ്കൂളിനോട് ചാരിയിട്ടുള്ള തൊട്ടടുത്ത് ഒരു മരത്തിൻ്റെ മുകളിലായിട്ട് കൊടുണ്ണി മരത്തിൻ്റെ മുകളിലായിട്ട് ഒരു വലിയ ഭീമൻ കാട്ടീച്ച എന്ന് പറയും. അതേമാതിരി തന്നെ ശാസ്ത്രീയ നാമം അതിൻ്റെ അപ്പിഡോസെറ്റ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ഈ അപ്പിഡോസെറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽപ്പെട്ട കാട്ടീച്ച എന്ന് പറയുന്ന ഈച്ചകൾ പെട്ടെന്ന് വന്ന് ഈ മരത്തിൻ്റെ മുകളിൽ കൂടായിട്ട് രൂപാന്തരപ്പെടുകയും കുട്ടികൾക്ക് ഭീഷണിയായതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ എന്നെ വിവരം അറിയിച്ച് ഞാൻ ഒരു ഏകദേശം അരമണിക്കൂറിൻ്റെ സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ വന്ന് മരത്തിൻ്റെ മുകളിൽ കയറി ആ കൂട് കൂട്ടൽ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ആയിരക്കണക്കിന് ഈച്ചകൾ ഉണ്ടായിരുന്നു. അതിനെ കംപ്ലീറ്റ് ഒഴിവാക്കി കൊടുത്ത് ഇവിടെയുള്ള ഒരു അപകടം ഒഴിവാക്കി. പക്ഷേ ഈ ഈച്ചകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു 3/4 ഇഞ്ചോളം വലിപ്പം വരും. ഈ ഈച്ച ഒരു 10 എണ്ണത്തിന് മുകളിലായിട്ട് കൂട്ടമായിട്ട് ഒരാളെ കുത്തിക്കഴിഞ്ഞാൽ ശരീരത്തിന് BP നഷ്ടപ്പെടുകയും ആൾ മരണപ്പെടുകയാണ് സാധാരണ സംഭവിക്കാറ്. നമ്മൾ ചില ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് വേണ്ടി തന്നെ മരണം സംഭവിക്കാറുണ്ട്. എന്താ വെച്ചാൽ അതിൻ്റെ കൂട്ടമായിട്ടുള്ള കുത്തുകൊണ്ടാൽ BP ലോ ആവുക കുറയുക ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു കുട്ടീനെ ഒരു ഈച്ച കൂട്ടമായി കുത്തുന്ന സമയത്ത് ഒരു ടീച്ചേഴ്സിനോ ഒരു മാഷിനോ വന്നിട്ട് ആ കുട്ടീനെ രക്ഷിക്കാൻ കഴിയില്ല. ഒരു നായയാണെങ്കിൽ നമുക്ക് വഴിയെടുത്ത് തല്ലിക്കൊല്ലാൻ ചെല്ലാൻ പറ്റും. പക്ഷേ ഇത് ആകാശത്തിലൂടെ പറന്നു വരുന്ന ജീവിയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാ ആളുകളും തേനുണ്ടാവും, അപ്പോൾ അതവിടെ നിന്നോട്ടെ എന്നൊക്കെ പറയും. പക്ഷേ ഏത് സമയത്തും പരുന്ത്, കുയില്, മറ്റുള്ള കിളികൾ വെട്ടുമ്പോഴാണ് ഇത് കൂടി ചിന്നി ചിതറി തൊട്ടടുത്തുള്ള ആളുകളൊക്കെ കുത്തി ഏൽപ്പിക്കാറ്. സംഭവം പറഞ്ഞ് ഗ്രാമപഞ്ചായത്ത് അംഗം ഷീലാപാലൻ ഉൾപ്പെടെയുള്ളവരും PTA ഭാരവാഹികളുമെല്ലാം സ്കൂളിൽ എത്തിയിരുന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരളയുടെ പട്ടാമ്പി യൂണിറ്റ് വാർഷികവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TG രാജീവ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്സ് കേരള പട്ടാമ്പി യൂണിറ്റിന്റെ വാർഷിക വാർഷികവും പൊതുസമ്മേളനവുമാണ് പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് നടത്തിയത്. രാവിലെ യൂണിറ്റ് പ്രസിഡന്റ് K ഹരിഹരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TG രാജീവ് വാർഷികം ഉദ്ഘാടനം ചെയ്തു. നാളെ നമുക്ക് അങ്ങനെ ഉപകാരപ്പെടും എന്നുകൊണ്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. എത്രയോ പേസ് ഞാൻ ചെപ്പശ്ശേരി യൂണിറ്റിൽ ജില്ലയിലായിരുന്നതും ചെപ്പശ്ശേരി പ്രസിഡന്റായ സമയത്തും ഈ ഏരിയയിലുള്ള ഒരുവിധം സ്ഥലത്തൊക്കെ എനിക്ക് ഇങ്ങനെ ഇടപെടുന്നുണ്ട്. ഞാനിതായിട്ട് അതൊരു ബന്ധമില്ലാത്ത ആളാണ്. മെക്കാനിക്കായിട്ട് അത് ബന്ധമില്ല. എൻ്റെ വർക്ക് സ്റ്റിക്കർ വർക്കാണ്. എനിക്ക് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറെ ഈ എഞ്ചിനൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധമുള്ളവരാണ് ഞാൻ ഇന്നവരെ ഒരു എഞ്ചിൻ അഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ വർക്ക് ഇപ്പം നടത്തുന്നത് സ്റ്റിക്കർ വർക്കാണ്. അപ്പോൾ എന്നിട്ട് പോലും എനിക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഏരിയയിൽ ആരൊക്കെയാണ് ഏത് വർഷങ്ങൾ നടത്തുന്നത്, ത്രീ വീലറാണ്, ഫോർ വീലറാണ്, ഫോർ വീലർ ആരാണ് ഇതിന് പറ്റിയ ആൾക്കാർ, നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റിയ ആൾക്കാർ ആരാണെന്ന് പരിശോധിച്ച് അവരെ രാത്രിക്ക് എത്രയോ രാത്രികളുണ്ട്. രാത്രി 9 10 മണിക്കൊക്കെ ചിലപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ പ്രസിഡന്റ് വിളിക്കാം. രാജുവേട്ടൻ കഴിഞ്ഞ 9 നിങ്ങളുടെ ഏരിയയിലാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഏരിയയിലുള്ള മെക്കാനിക്കിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അവര് എന്നെ കഴിച്ചിട്ടല്ല, എന്റെ പേഴ്സണലായിട്ട് പേടിയല്ല, സംഘടനയിലുള്ള വിശ്വാസത്തിന്റെ പേര് മാത്രമാണ് അവർ ആ രാത്രി ആ ജില്ലാ പ്രസിഡന്റ് P രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി മോഹനകുമാരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രകാശൻ, റോയ് ജേക്കബ്, സുനിൽ, ശശികുമാർ, MP സന്തോഷ്, കണ്ണൻ, സേതുമാധവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സ്പെയർ പാർട്സുകളുടെ ലഭ്യതക്കുറവ്, സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പിലാക്കാട് ശ്രീ തേവർ ഇരുത്തിപ്പറമ്പ് ശിവക്ഷേത്രത്തിൽ ജൂലൈ 3 വെള്ളിയാഴ്ച പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകും. രാവിലെ ഗണപതി ഹോമം, പഞ്ചഗവ്യം, നവകം, കുടംധാര, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ചുറ്റുവിളക്ക്, തുടർന്ന് കലാഭഗവൽ ബ്രഹ്മതേജും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളവും ഉണ്ടാകും. ശ്രീദേവിയമ്മ കലാഗുരുകുലം അധ്യാപകരും വിദ്യാർത്ഥികളും നടത്തുന്ന വയലിൻ ഫ്യൂഷനും അരങ്ങേറും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.